കാലടി പാലത്തിലെ കുഴികൾ താൽക്കാലികമായി അടച്ചിട്ടുണ്ട്. ഇന്നലെ രാത്രിയാണ് കുഴികൾ അടച്ചത്. കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപിയുടെ വാഹനം ഇന്നലെ പാലത്തിലെ കുഴിയിൽപ്പെട്ടിരുന്നു. ആസിഫ് ഉണ്ട് വിവരങ്ങളുമായി. ആസിഫ്, ഇന്നലെ ഈ പാലത്തിന്റെ ദുരവസ്ഥ എത്രത്തോളമാണ് എന്നുള്ളത് നമ്മൾ കണ്ടതാണ്. മണിക്കൂറുകളോളം ഈ ഗതാഗത കുരുക്കിൽപ്പെട്ട് മനുഷ്യർ പൊറുതിമുട്ടുന്ന വിവരങ്ങൾ നമ്മൾ തത്സമയം പ്രേക്ഷകരെ എത്തിച്ചതാണ്. ഇന്നിപ്പോൾ ആ കുഴി അടയ്ക്കലിലേക്ക് കടന്നിട്ടുണ്ട്. പറയാം വിവരങ്ങൾ. സേതു, തീർച്ചയായും. കാരണം കഴിഞ്ഞ 2 ദിവസമായി നമ്മൾ നിരന്തരം ഈ വാർത്ത ശ്രദ്ധയിൽപ്പെടുത്തിക്കൊണ്ട് ഇരിക്കുകയായിരുന്നു. കാലടിപ്പാലവുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നം. കാരണം കാലടിപ്പാലത്തിൽ 2 വശങ്ങളിലും രൂപപ്പെട്ട കുഴി അത് ഗതാഗതം പൂർണ്ണമായും താറുമാറാക്കുകയും മണിക്കൂറുകൾ നീണ്ട ഗതാഗത കുരുക്കിലേക്ക് കാലടി നഗരത്തെ എത്തിക്കുകയും ചെയ്തിരുന്നു. എന്തായാലും അതിന് പിന്നാലെയാണ് ഇന്നലെ ഉച്ചയോടുകൂടി കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി തന്നെ അവിടെ എത്തി ആ കുഴിയിൽപ്പെടുകയും വാഹനം കടന്നു പോകാൻ കഴിയാത്ത സാഹചര്യത്തിലേക്ക് എത്തുകയും ചെയ്തിരുന്നു. എന്തായാലും ഇന്നലെ രാത്രിയോടുകൂടിയാണ് ഈ പൊതുമരാമത്ത് വകുപ്പിന്റെ ഉദ്യോഗസ്ഥർ ഇതുമായി ബന്ധപ്പെട്ടുള്ള അറ്റകുറ്റപ്പണികൾ നടത്തിയിട്ടുള്ളത് എന്നുള്ളതാണ്. പ്രധാനപ്പെട്ട കുഴികളെല്ലാം ഇപ്പോൾ അടച്ചിട്ടുണ്ട്. ഇനി ശക്തമായ മഴ ഉള്ളതുകൊണ്ട് തന്നെ അത് എത്രത്തോളം അത് പര്യാപ്തമാണ് എന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാൻ കഴിയില്ല. പക്ഷേ എന്തായാലും താൽക്കാലികമായ ഒരു നടപടി മാത്രമേ ഇപ്പോൾ അവിടെ സ്വീകരിക്കാൻ കഴിയുകയുള്ളായിരുന്നു. ആ ഒരു നടപടി ഇപ്പോൾ സ്വീകരിച്ചിട്ടുണ്ട്. സ്വാഭാവികമായും അതുകൊണ്ട് തന്നെ ഈ ഒരു വലിയ ഗതാഗതക്കുരുക്കിന് ഒരു ശമനം ഉണ്ടാകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഇന്നലെ മഴയൊന്നും മാറിയുന്ന വേളയിലാണ് രാത്രിയിൽ എന്തായാലും അത്തരത്തിലുള്ള അറ്റകുറ്റപ്പണികൾ നടത്തിയിട്ടുള്ളത്. കാരണം പകൽ സമയങ്ങളിൽ ഏതെങ്കിലും ഒരു തരത്തിലുമുള്ള അറ്റകുറ്റപ്പണികൾ നടത്താൻ കഴിയുന്ന സാഹചര്യമാണ്. കാരണം ആയിരക്കണക്കിന് വാഹനങ്ങൾ ഇങ്ങനെ കടന്നു പോയിക്കൊണ്ടേയിരിക്കുന്ന പ്രധാനപ്പെട്ട MC റോഡിലെ പാലമാണ് കാലടി പാലം. ഇന്നലെ രാത്രിയിൽ എന്തായാലും തിരക്കൊഴിഞ്ഞ സമയവും മഴയൊന്ന് ചെറുതായി മാറിയുന്ന സമയവും നോക്കിയാണ് ഇപ്പോൾ താൽക്കാലികമായുള്ള അറ്റകുറ്റപ്പണി നടത്തിയിട്ടുള്ളത്. ആ അറ്റകുറ്റപ്പണി നടത്തിയതിന് ഏറ്റവും പ്രധാനപ്പെട്ട ഗുണമുണ്ടാകുന്നത് ബൈക്ക് യാത്രക്കാർക്കാണ് എന്ന് നമ്മൾ എടുത്തു പറയേണ്ടി വരും. കാരണം ഈ പാലത്തിൽ മഴ പെയ്ത് കുഴികൾ മൂടിക്കിടക്കുമ്പോൾ അതിൻ്റെ ഒരു ആഴമറിയാതെ വന്ന് ചാടി വലിയ അപകടങ്ങളിലേക്ക് ആളുകൾക്ക് എത്തുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസങ്ങളിൽ ആളുകൾക്ക് പരിക്കടക്കം പറ്റിയിരുന്നു. എന്തായാലും ആ ഒരു പ്രശ്നത്തിന് താൽക്കാലികമായ ഒരു ആശ്വാസമാകുമെന്ന് നമുക്ക് ഇനി പ്രതീക്ഷിക്കാം. സേതു, തീർച്ചയായും അങ്ങനെ തന്നെ മുന്നോട്ട് പോകാം. ആസിഫ്.